ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. C271 കീഴിലേക്ക് സ്വാഗതം. നമുക്കൊന്ന് ചെറിയൊരു അടുക്കളത്തോട്ടം സെറ്റ് ചെയ്താലോ. അതിന് നല്ലൊരു പയറുണ്ട്, ഇവിടെ ചുമലച്ചീരയുണ്ട്, പിന്നെ വെണ്ടയുണ്ട്, മത്തനും ഉണ്ട്. കണ്ടോ? ഇത് നമുക്ക് ചീര ഇപ്പം മാറ്റി നടണ്ട, ബാക്കിയെല്ലാം മാറ്റി നടാം. വെണ്ടയും മത്തനും പയറും. അതിൽ മത്തൻ നമ്മൾ ഡയറക്റ്റ് മണ്ണിലാണ് നടുന്നത് കേട്ടോ. ഗ്രോ ബാഗ് നടാൻ പറ്റത്തില്ല. ഞാൻ 10 ഗ്രോ ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ 2 നമുക്ക് പയറും വെണ്ടയും നടാം. അതിന് ആദ്യം വേണ്ടത് ചാണകം വേണം, നല്ല ഉണക്ക ചാണകം. അത് സെറ്റ് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. നല്ല ഉണക്ക ചാണകമാണേ. പിന്നെ മണ്ണ് വേണം. ഞാൻ വാങ്ങിച്ച ഗ്രോ ബാഗ് ഞാൻ മീഡിയം സൈസാണ് വാങ്ങിച്ചത്. ഒന്ന് നിറച്ചാലോ. ആദ്യം മണ്ണിട്ട് ലെവൽ ചെയ്യണം, ഇതുപോലെ. വല്ല കല്ലൊക്കെ ഉണ്ട്, ഇത് കളയണം കേട്ടോ, അതിൽ കുഴപ്പമാവും. എന്നിട്ട് ചാണകപ്പൊടി ഇടണം, ഒന്ന് ലെവൽ ചെയ്യണം. പിന്നെ കുറച്ചും കൂടി മണ്ണിട്ട് കൊടുത്ത് ഒന്നും കൂടി ലെവൽ ചെയ്യണം. പിന്നെയും ചാണകപ്പൊടി ഇട്ട് കൊടുക്കണേ. ഞാൻ ചാണകപ്പൊടി കുറച്ച് കൂടുതലുള്ളതുകൊണ്ടാണ് കൂടുതൽ എടുക്കുന്നത് കേട്ടോ. ഒന്നും കൂടി മണ്ണിട്ട് കൊടുക്കാം. എന്നിട്ട് ലെവൽ സെറ്റ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഓൾമോസ്റ്റ് എല്ലാം സെറ്റായി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെണ്ടത്തൈ നടാം. വെണ്ടത്തൈ എല്ലാം വന്നിട്ടുണ്ട്. ഇത് തൈ നടുമ്പോൾ വളരെ സൂക്ഷിക്കണം. വല്ല കത്തി വല്ല എടുക്കാവുള്ളൂ. ഞാൻ കത്തി എടുത്തിരിക്കുന്നത്. കത്തി കൊണ്ട് സാവധാനം അതിൻ്റെ വേരുൾപ്പെടെ പൊക്കിയെടുക്കണം. വേരെടുക്കുമ്പോൾ ചുറ്റും കുറച്ച് മണ്ണിരുന്നോട്ടെ, മണ്ണുൾപ്പെടെയുള്ള ഈ ഭാഗം എടുക്കാവുള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഒരിക്കലും തണ്ടയെ പിടിച്ച് വലിക്കല്ലേ. നേരിയ തണ്ടാണ്, ചിലപ്പോൾ കയ്യിൽ ഇരിക്കും ഒടിഞ്ഞ്. അതുകൊണ്ട് പയ്യെ സാവധാനത്തിൽ എടുക്കാവുള്ളൂ. ഒന്നുകൂടെ കാണിച്ചു തരാവേ. നോക്കണം. പയ്യെ സാവധാനം പൊക്കിയെടുത്ത് ഗ്രോ ബാഗിൽ നടുക്കൊരു കുഴിയൊഴിച്ച് അതിനെ വയ്ക്കണം. കണ്ടോ? അത് മണ്ണ് കുറച്ചിട്ട് മൂടി നല്ല സെറ്റാക്കി വെക്കണം. എന്നിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, അത് മെയിൻ കാര്യമാണ്. ഒരു 3 ഈർക്കിലെടുക്കണം. 3-4 എടുത്ത്, ഞാൻ 3 എടുത്തിരിക്കുന്നത്. ഇതിന് ചുറ്റും ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കണം, ഒരു താങ്ങിന് വേണ്ടി. കണ്ടത്? അതുപോലെ. വേറൊന്നുമല്ല, ഇത് ചെറിയ തൈയല്ലേ, ഒരു താങ്ങായിട്ട് അതിന് വേണം. അതിന് കുറച്ചാളത്തൈ മതി അതിന് താങ്ങായിട്ട്, പിന്നെ വേണ്ട. കണ്ടോ? നമ്മളിവിടെ വെണ്ട നട്ടപ്പം വേറെ ആളിവിടെ പയർ നട്ടായിരുന്നു കേട്ടോ. വേറെ ആരുമല്ല, അമ്മയാണ് പയർ നട്ടത്. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, സോറി ഗൈസ്. എന്നാൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തേക്കാം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ ബെല്ലൈക്കനും അമർത്തണം കേട്ടല്ലോ. നമ്മുടെ വെണ്ടത്തൈയൊക്കെ റെഡി ആയിട്ടുണ്ട്. അവർക്കും കുറച്ച് വെള്ളം കൊടുക്കാം. ഒരു നേരിയ അളവ് ഒഴിച്ചാൽ മതി കേട്ടോ. അതിനുവേണ്ടി ഒരു കുപ്പിയെ തുളയിട്ടിട്ടാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത്. സാവധാനം ഒഴിച്ചാൽ മതി കേട്ടല്ലോ. എന്നാൽ ശരി, ടാറ്റാ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കേ.